നമ്മുടെ സമൂഹത്തിൽ ഈ നഗ്നത എന്ന് പറയുമ്പോൾ തന്നെ അത് കേൾക്കുന്ന പലർക്കും ഒരുതരം അസ്വസ്ഥതയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളെല്ലാവരും ജനിച്ചു വളരുന്നത് നഗ്നത അശ്ലീലമാണെന്നും ഒരു വ്യക്തിയുടെ ശരീരഭാഗങ്ങൾ തുറന്നു കാണിക്കുന്നത് നാണക്കേടും പാപവും ലജ്ജാവഹവും ഒക്കെയാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ ഒരു നഗ്നതാ ഭയമാണ് പിന്നീട് പല ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം തന്നെ കുളമാക്കുന്നത് എന്നുള്ള വസ്തുത. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങൾ തമ്മിൽ നഗ്നതയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനോടൊപ്പം തന്നെ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഒരു ബന്ധവും കൂടെ ഉണ്ട്. എന്നാൽ നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ നഗ്നത അശ്ലീലവും പാപവും നിങ്ങളുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കുന്നത് നാണക്കേടും ലജ്ജാവഹവും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് കല്യാണത്തിന് ശേഷവും നിങ്ങളുടെ ദാമ്പത്യ ബന്ധം കുളമാക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവമായ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ മെരുക്കിയെടുത്തിരിക്കുന്നത് ശരീരഭാഗങ്ങൾ പുറത്തു കാട്ടുന്നത് ലജ്ജാവഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ്. അപ്പോൾ അവിടെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം ആ ഒരു കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കത്തില്ല. കാരണം നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ താലി കെട്ടിയിട്ടാണോ അല്ലയോ തുണി അഴിക്കുന്നത് എന്നുള്ളതൊരു വിഷയമേ അല്ല. അത് ശീലിച്ചതേ പാടൂ. അതായത് നഗ്നതാഭീതി. അങ്ങനെ അത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധം അസ്വസ്ഥത നിറഞ്ഞ ഒരു അനുഭവമാക്കി മാറ്റുകയും ചെയ്യും. സ്വന്തം ശരീരവും നഗ്നതയും ഒന്നും അംഗീകരിക്കാതെ ഒരു ലൈംഗിക ബന്ധത്തിൽ ആത്മവിശ്വാസവും രതിമൂർച്ചയും ഒക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. കാരണം നമ്മളുടെ സമൂഹത്തിൽ ലൈംഗികതയിൽ ഏറ്റവും അധികം കർശനമായ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കുമൊക്കെ വിധേയമാക്കപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളുടെ ലൈംഗികതയാണ്. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവൻ ഈ പറഞ്ഞു വെക്കുന്നത് നാളെ മുതൽ നാട്ടുകാരെല്ലാം തുണിയില്ലാതെ നടന്നു പഠിക്കണമെന്നായിരിക്കും എന്നൊക്കെ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെയുള്ള മനുഷ്യർ പൊതുവിടങ്ങളിൽ മൂത്രമൊഴിക്കാതെ ശൗചാലയങ്ങളിൽ പോയി മൂത്രമൊഴിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന്? അത് സായിപ്പ് നഗ്നത അശ്ലീലമാണ് എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയതുപോലെ മൂത്രമൊഴിക്കുന്നതും അശ്ലീലമാണ് എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. കാരണം ബഹുഭൂരിഭാഗം മനുഷ്യർക്കും മൂത്രം എവിടെ ഒഴിക്കണം, എവിടെ ഒഴിക്കാൻ പാടില്ല എന്നുള്ള ട്രെയിനിങ്ങും തിരിച്ചറിവും ഒക്കെ കുഞ്ഞുനാളിൽ തന്നെ കിട്ടുന്നത് കൊണ്ടാണ്. അതായത് ചെറുപ്പത്തിൽ തന്നെ പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു ഉത്തരവാദിത്ത ബോധം. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് മൂത്രമൊഴിക്കുന്നത് പോലെ തന്നെ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായ നഗ്നതയെ നമ്മൾ അശ്ലീലമായിട്ട് കാണുന്നത്? നമ്മളാരും തന്നെ ജനിക്കുമ്പോൾ പാൻറ് ഷർട്ടും ഒന്നും ഇട്ടുകൊണ്ടല്ലോ ഭൂമിയിലോട്ട് വരുന്നത്, ആണോ? അപ്പോൾ ഇവിടെയും വേണ്ടത് നഗ്നതയും മൂത്രമൊഴിക്കുന്നത് പോലെ തന്നെ ഒരു ജീവിത യാഥാർത്ഥ്യമാണെന്നും അതും ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പ്രകടിപ്പിക്കേണ്ട ഒന്നാണ് എന്നുമൊക്കെയുള്ള ഒരു തിരിച്ചറിവാണ്. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഇപ്പോഴും ഇല്ലാത്തത് നഗ്നത അശ്ലീലമാക്കി മാറ്റിയ ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത് എന്ന് ഇപ്പോഴും വിമർശന ബുദ്ധി ഉപയോഗിക്കാതെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ലൈംഗികതയിൽ ഇന്ന് ലോകാരോഗ്യ സംഘടനയും സയന്റിഫിക് ബോഡീസും ഒക്കെ പറയുന്നത് പോലെ വളരെ ശാസ്ത്രീയവും പുരോഗമനപരവുമായിട്ടൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പുരാതന ഭാരതവും കേരളവും ഒക്കെ. അപ്പം ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് എങ്ങനെ നഗ്നത അശ്ലീലമായിട്ട് മാറി എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഒരു ലൈംഗിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം ശരീരത്തെ പറ്റിയുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അമേരിക്കയിലെ പ്രശസ്ത സെക്സ് തെറാപ്പിസ്റ്റും ബെസ്റ്റ് സെല്ലിംഗ് എഴുത്തുകാരിയുമായ ഡോക്ടർ എമിലി ജമേയയാണ്. ഡോക്ടർ എമിലിയുടെ ഏറ്റവും പുതിയ പുസ്തകമായ അനാറ്റമി ഓഫ് ഡിസയർ കഴിഞ്ഞ നവംബറിലാണ് അമേരിക്കയിൽ പബ്ലിഷ് ചെയ്തത്. നമ്മുടെ സമൂഹത്തിൽ ലൈംഗികതയിൽ കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് MBBSും MDയും ഒക്കെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും ഒക്കെയാണ്. കാരണം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും അവർ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇത് അവർ സമ്മതിക്കത്തുമില്ല. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെ ഇന്ത്യയിലെ ഡോക്ടർമാരെയോ സൈക്കോളജിസ്റ്റുകളെയോ ഒന്നും ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് ശരിയായ അറിവും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗും മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിലെത്തിക്കാൻ പരമാവധി സഹായിക്കുക. ലൈംഗിക ബന്ധം ആസ്വാദികരമാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് സ്വന്തം ശരീരത്തെ പറ്റിയുള്ള ഒരു ആത്മവിശ്വാസമാണ്. സ്വന്തം ശരീരത്തെ പറ്റി അപകർഷതാബോധവും ലജ്ജയും ഒക്കെ തോന്നുന്ന ഒരു വ്യക്തിക്ക് ഒരു ലൈംഗിക ബന്ധത്തിൽ പൂർണ്ണമായിട്ട് മുഴുകുവാൻ കഴിയത്തില്ല. നിങ്ങൾ സ്വയം അംഗീകരിക്കാത്തോടത്തോളം കാലം എങ്ങനെയാണ് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ സാധിക്കുക? അപ്പം ഇവിടെ ആദ്യമേ വേണ്ടത് നിങ്ങൾ ബോഡി കോൺഫിഡൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ബോഡി കോൺഫിഡൻസ് നേടിയെടുക്കുന്നത്? ഡോക്ടർ എമിലിയുടെ അഭിപ്രായത്തിൽ അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം നിങ്ങൾ സാധാരണയായി നഗ്നരാകുന്ന ഒരു സ്ഥലത്ത് നിന്നും തുടങ്ങുകയാണ്.
ഉദാഹരണത്തിന് ഷവറിൽ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ അവിടെ ഒരു കണ്ണാടി കൊണ്ടുവന്ന് നിങ്ങളുടെ ശരീരത്തെ സ്വയം നിരീക്ഷിക്കാൻ ശ്രമിക്കുക. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർവമായ നിരീക്ഷണം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ശരീരത്തെ വീക്ഷിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ചിന്തയോ വികാരമോ ഒക്കെ മനസ്സിലേക്ക് വന്നാൽ അതിനെ വെറുതെ ശ്രദ്ധിക്കുക. അതിൽ കുടുങ്ങിപ്പോകാതെ ആ വികാരത്തെ വെറുതെ തിരിച്ചറിഞ്ഞ ശേഷം അതിനെ കൂടുതൽ പോസിറ്റീവായ ഒരു ചിന്ത കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, എൻ്റെ ശരീരം മനോഹരമാണ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ശരീരം അത്ഭുതകരമാണ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മനസ്സിൽ പറയുക. ഡോക്ടർ എമിലിയുടെ അഭിപ്രായത്തിൽ എല്ലാ സ്ത്രീകളും ഒരു കണ്ണാടി ഉപയോഗിച്ച് അവരുടെ ജനനേന്ദ്രിയങ്ങൾ നോക്കിക്കാണാൻ ശ്രമിക്കണം. പുരുഷന്മാരുടെ ജനനേന്ദ്രിയങ്ങൾ പുറമേ കാണാൻ പറ്റുന്നതും മൂത്രമൊഴിക്കുമ്പോൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതുമൊക്കെയാണ്. അതിനാൽ അവർക്ക് അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് സ്വാഭാവികമായി തന്നെ കൂടുതൽ അറിവുണ്ടാകും. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് സ്ത്രീകൾ സ്വന്തം ശരീരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ മുൻകൈ എടുക്കണം. നിങ്ങളുടെ ശരീരഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് പേരെടുത്ത് പറയാനും അറിയുവാനുമൊക്കെ കഴിയണം. സ്ത്രീ ജനനേന്ദ്രിയങ്ങൾ എത്ര മനോഹരമാണ് എന്ന് അവർ സ്വയം തിരിച്ചറിയണം എന്നാണ് ഡോക്ടർ എമിലി പറഞ്ഞത്. ഒരു വിടരുന്ന പൂവ് പോലെയാണ് അത്. സ്ത്രീകൾ സ്വന്തം ശരീരത്തെ, പ്രത്യേകിച്ചും സ്വകാര്യ ഭാഗങ്ങളെ നേരിട്ട് സ്പർശിച്ചും കണ്ടുമൊക്കെ അടുത്തറിയുന്നത് അവരുടെ ലൈംഗിക ആത്മവിശ്വാസവും ശരീരത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കും. അങ്ങനെ അത് ആ ദാമ്പത്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും. ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു പ്രവൃത്തി മാത്രമല്ല, അത് വൈകാരികവും മാനസികവുമായിട്ടുള്ള ഒരു അടുപ്പം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനും ആഴത്തിലുള്ള ആനന്ദവും അടുപ്പവും ഒക്കെ അനുഭവിക്കാൻ പറ്റുകയുമുള്ളൂ. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.